വിചിത്രങ്ങളായിരിക്കുന്നതായ അനവധി സ്വരൂപങ്ങൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ എടുത്തിരിക്കുന്ന രൂപമോ സ്വന്തം ഭക്തനെ രക്ഷിക്കാൻ. ആ ഭഗവത് കാരുണ്യത്തിന് മുമ്പിൽ അതാ നമസ്കരിക്കുകയാണ് ബ്രഹ്മദേവൻ. ബ്രഹ്മദേവന്റെ സ്തുതി കേട്ടപ്പോ ഉഗ്രമായ ഗർജനമാണ് ഭഗവാനിൽ നിന്നുകൊണ്ടിരുന്നത്. കോപം വർദ്ധിക്കുക. ഹോമാഗ്നിയിലേക്ക് ഹവിസ് നെയ്യ് ഹോമിക്കുന്നത് പോലെ കോപം വർദ്ധിച്ചു വരുന്നു. കോപകാലനായ ശ്രീരുദ്രൻ സ്തുതിച്ചു. കോപകാലോ യുഗാന്തോ ഹതോയം അസുരോൽപക. തന്റെ ഭക്തനെ ദ്രോഹിക്കാൻ വന്ന ഈ അസുരനെ വധിക്കാൻ ഭഗവാൻ ഇപ്പൊ എടുത്ത രൂപം എന്താണെന്നറിയോ? യുഗാവസാനത്തിൽ ലോകത്തെ മുഴുവൻ സംഹരിക്കാൻ എടുക്കുന്ന കോപരൂപം അതിപ്പ ഭഗവാൻ എടുത്തിരിക്കുന്നു. എന്തിന്? തന്റെ ഭക്തനെ രക്ഷിക്കാൻ. അതെന്തുകൊണ്ടാ? ഭക്തരോടുള്ള ഭഗവാന്റെ കാരുണ്യം. അതൊന്നുകൊണ്ട് മാത്രം ഉഗ്രമായി പിന്നെയും ഗർജനം മുഴങ്ങുകയാണ്. ഇന്ദ്രൻ സ്തുതിച്ചു. പ്രത്യാനീത പരമഭവത ത്രായത നസ്വഭാഗ. ദേവന്മാർക്ക് വേണ്ടതൊക്കെ വേണ്ടതുപോലെ തിരിച്ചു തരാൻ വേണ്ടി ഭഗവാൻ അതാ ഈ രൂപം എടുത്തു എന്ന് ഞങ്ങൾ ധരിക്കുന്നു. പക്ഷേ ഭഗവാന്റെ പരമമായ ലക്ഷ്യം എന്താ? നമേ ഭക്ത പ്രണശ്യതി, എന്റെ ഭക്തന് നാശമില്ല. ആ പ്രതിജ്ഞ ഭഗവാൻ നിറവേറ്റുകയായിരുന്നു. അതിനുവേണ്ടിയല്ലേ ഭഗവാൻ അവതരിച്ചത്? ദേവന്മാരൊക്കെ സ്തുതിച്ചു. ആരൊക്കെ സ്തുതിച്ചിട്ടും ഭഗവാന്റെ കോപം അടങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ ദാ അടുത്ത് നിൽക്കുന്ന ആ പ്രഹ്ലാദനെ മുന്നിലേക്ക് അങ്ങോട്ട് നീക്കി നിർത്തി. പ്രഹ്ലാദനെ കണ്ടതും ഭഗവാന്റെ ഭാവം മാറി. പുരികക്കൊടികളൊക്കെ താന്നു, കണ്ണുകളൊക്കെ നീലാകാശം പോലെ ആർദ്രമായി. ഭഗവാന്റെ രോമകൂപങ്ങളൊക്കെ തളർന്നു, നഖങ്ങളൊക്കെ ഉള്ളിലേക്ക് പോയി. ശ്വാസോച്ഛ്വാസം സാധാരണഗതിയിലായി. ആ പ്രഹ്ലാദനെ 2 കൈ കൊണ്ട് നരസിംഹമൂർത്തി വാരിയെടുത്തു, മാറവോട് ചേർത്തു, നെറുകൈ ഘ്രാണിച്ചു. പ്രഹ്ലാദൻ ഭഗവാനെ ആ ഭഗവാന്റെ മാറോട് ചേർന്നു. നമ്മൾ കേൾക്കുന്ന സ്കന്ധം 7ാമത്തെ സ്കന്ധമാണ് ശ്രീമദ് ഭാഗവതം. 1ാമത്തെ സ്കന്ധം പാദം, 2ാമത്തെ സ്കന്ധം കാൽമുട്ട് വരെ, 3, 4 അരക്കെട്ട് വരെ, 5 നാഭീദേശം, 6 ഉദരം, 7 മാറിടം. അവിടെയാണ് നമ്മുടെ സ്ഥാനം, ഭക്തരുടെ സ്ഥാനം. ആ മാറിടത്തോട് ചേർന്നിരിക്കുന്ന നമ്മുടെ തന്നെ പ്രതിരൂപമായി പ്രഹ്ലാദനെ കണ്ട് അനുഭവിക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് 7ാമത്തെ സ്കന്ധത്തിൽ പറഞ്ഞ ഊതി എന്ന ലക്ഷണത്തിൻ്റെ അനുഭൂതി നമ്മുടെ ഹൃദയത്തിൽ ആനന്ദമായി നിറയുക. ഭക്തി ഒരു അനുഭവമാണ്, ആനന്ദമാണ്. പ്രഹ്ലാദൻ അവിടെ ഇരുന്ന് സ്തുതിച്ചു. ബ്രഹ്മാദയസുരഗണാമുനയോധസിദ്ധ സത്വേഗദാനമദയോ വചസാം പ്രവാഹേ നാരാധിതും പുരുഗണൈരധുനാപി വിപ്രുഃ കിം തോട്ടുമർഹതി സമേ ഹരിരുഗ്രജാതേ. ഇവിടെ ബ്രഹ്മാവ് ദേവന്മാരൊക്കെ സ്തുതിച്ചിട്ടും വേണ്ടതുപോലെ ശാന്തനായില്ലല്ലോ ഭഗവാൻ. പക്ഷേ അങ്ങനെയുള്ളതായ അങ്ങയെ ഏത് ഭാവത്തിൽ സ്തുതിച്ച് എങ്ങനെ സന്തോഷിപ്പിക്കാൻ എന്നെപ്പോലെ ഒരു പാലകന് സാധിക്കുമോ? അറിയില്ല. ഭഗവാൻ ആരാ? ആ പരമപുരുഷ തത്വമല്ലേ, സ്നേഹമല്ലേ, ദയയല്ലേ, കാരുണ്യമല്ലേ. ആ ഭഗവാന്റെ അനുഗ്രഹം ഒന്ന് മാത്രം മതി. മോക്ഷം പോലും ആഗ്രഹിക്കുന്നില്ല. ജന്മജന്മാന്തരങ്ങളിലൂടെയുള്ള ഭക്തി മാത്രമാണ് എല്ലാ ഭക്തന്മാരും ഭഗവാനോട് പരമായി ചോദിക്കുന്നത്. പ്രഹ്ലാദന്റെ സ്തുതി ദാർശനികമാണ്. പരമാത്മതത്വമായി ഭഗവാനെ കണ്ട് സ്തുതിച്ച പ്രഹ്ലാദനെ ഭഗവാൻ അനുഗ്രഹിക്കുന്നു. പ്രഹ്ലാദന്റെ വംശത്തെ മുഴുവൻ അനുഗ്രഹിക്കുന്നു. ആ വംശത്തിൽ ജനിച്ച ആരെയും വധിക്കുകയില്ല എന്ന് ഭഗവാൻ പ്രതിജ്ഞയും ചെയ്യുന്നു. അങ്ങനെ ആ ഭഗവാന്റെ ഹൃദയത്തിലേക്ക് ഭക്തൻ ചേർന്നു. ലക്ഷ്മീദേവി ആ മാരണത്തിലാണ്. അപ്പൊ ഭക്തനെ ചേർത്ത് വെക്കുമ്പോൾ ആ ഭക്തരാരാവും? സർവൈശ്വര്യത്തോടു കൂടിയവരായി തീരും. കാരണം ഭഗവാന്റെ മാരണത്തിൽ നിത്യസ്ഥിതയാണ് ആര്? സാക്ഷാൽ മഹാലക്ഷ്മി. ആ ഐശ്വര്യങ്ങളെല്ലാം ഭക്തനായ പ്രഹ്ലാദൻ ഭഗവാൻ പകർന്നു കൊടുത്തു. നമുക്കും ആ ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ ആശ്രയിക്കാൻ ഭക്തിഭാവത്തോടു കൂടി ആ ഭഗവാന്റെ മടിത്തട്ടിൽ ആ മാനിടത്തിലേക്ക് 2 കൈകളെ കൊണ്ടും നമ്മളെ ആലിംഗനം ചെയ്ത് ഭഗവാൻ നമുക്ക് സായുജ്യം നൽകട്ടെ. അതിനായിട്ടാവട്ടെ നമ്മുടെ ഈ ജീവിതത്തിലെ ഓരോ ശ്വാസോച്ഛ്വാസത്തിലും ശ്രുതിയായി, ശ്രവണമായി, കീർത്തനമായി, അർച്ചനമായി, വന്ദനമായി, സ്മരണമായി, ദാസ്യമായി, സഖ്യമായി, ആത്മനിവേദനമായി നമുക്ക് നമ്മുടെ ജീവിതത്തെ അനുഭവിക്കാൻ, ആനന്ദിക്കാൻ ആ ഭഗവാൻ തന്നെ ഭക്തി വേണ്ടതുപോലെ പകർന്നു തരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഭക്തിയെ തന്നാലും ഭക്തിയെ തന്നാലും
വേണ്ടേ വേണ്ട. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. കൈ രണ്ടും കൂപ്പി ഞാൻ വീണ്ടും ഇരക്കുന്നു നീരജ ലോചന നിന്നോടായി. ഭക്തിയെ തന്നാലും ഭക്തിയെ തന്നാലും ഭക്തിയൊഴിച്ചൊന്നും വേണ്ടേ വേണ്ട. ഏതീനു മന്യനെ കുമ്പിടേണ്ടാത്തൊരു രീതിയിൽ നീ എന്നെ പാലിക്കുന്ന കാരുണ്യവാരിതേ 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 കാരുണ്യാബ്ധേ. കൈ രണ്ടും കൂപ്പി ഞാൻ വീണ്ടും ഇരക്കുന്നു നീരജ ലോചന നിന്നോടായി. ഭക്തിയെ തന്നാലും ഭക്തിയെ തന്നാലും ഭക്തിയൊഴിച്ചൊന്നും വേണ്ട. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ.